എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ കാണുന്ന ടണൽ കഴിഞ്ഞ് നമ്മളിപ്പോൾ മുന്നോട്ട് യാത്ര പോകുന്നത് ദുബായിലെ ഷെയ്ഖ് സായിദ് റോഡിലേക്കാണ്. ഷെയ്ഖ് സായിദ് റോഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നീളം കൂടിയതുമായ ഹൈവേയാണ്. ഇതിനെ E11 അഥവാ എത്തിഹാദ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ദുബായിയെയും അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഈ പാത വെറും ഒരു റോഡ് മാത്രമല്ല, രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ജീവനാഡിയാണ്. 1980 റോഡ് ഔദ്യോഗികമായി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ദുബായ് നഗരത്തിലൂടെ കടന്നു പോകുന്ന ഭാഗം ആദ്യം ഡിഫൻസ് റോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1990കളുടെ പകുതിയിൽ ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂം UAEയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനോടുള്ള ആദര സൂചകമായി ഇതിനെ ഷെയ്ഖ് സായിദ് റോഡ് എന്ന് പേര് മാറ്റി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുകളുടെ രാഷ്ട്രപിതാവാണ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ. 1966 ഓഗസ്റ്റ് 6 അദ്ദേഹം അബുദാബിയുടെ ഭരണാധികാരിയായി ചുമതലയേറ്റു. 1968 ഫെബ്രുവരി 8 ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂമുമായി ചേർന്ന് എമിറേറ്റ്സുകളുടെ ഫെഡറേഷൻ എന്ന ആശയം രൂപീകരിച്ചു. തുടർന്ന് നടന്ന ചർച്ചകൾക്കൊടുവിൽ 1971 ഡിസംബർ 2 7 എമിറേറ്റ്സുകളെ ഒന്നിപ്പിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യാഥാർത്ഥ്യമാക്കി. അദ്ദേഹം UAEയുടെ പ്രഥമ പ്രസിഡന്റായി ചുമതലയേറ്റു. എണ്ണയിൽ നിന്ന് ലഭിച്ച സമ്പത്ത് രാജ്യത്തെ ജനങ്ങളുടെ ഉന്നമനത്തിനായി സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ, ഭവന നിർമ്മാണം എന്നിവയ്ക്കായി അദ്ദേഹം വിനിയോഗിച്ചു. പാവപ്പെട്ടവരെയും വിദേശ തൊഴിലാളികളെയും ഒരുപോലെ ചേർത്ത് പിടിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. 1971 UAE രൂപീകൃതമായതിന് തൊട്ടു പിന്നാലെയാണ് ഈ മഹാപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. 1990കളിലെ ഷെയ്ഖ് സായിദ് റോഡ് വെറും മണൽ കാടുകളിലൂടെയുള്ള ലളിതമായ ഒരു പാതയായിരുന്നു. ദുബായ് ട്രേഡ് സെൻറ്റർ പോലെയുള്ള ചുരുക്കം ചില പ്രധാന കെട്ടിടങ്ങൾ മാത്രമാണ് അന്ന് പാതയോരത്ത് ഉണ്ടായിരുന്നത്. ഷെയ്ഖ് സായിദ് റോഡിലെ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്റർ 1979 നിർമ്മിച്ച ദുബായിലെ ആദ്യത്തെ അംബരചുംബിയായ കെട്ടിടമാണ്. ഷെയ്ഖ് റാഷിദ് ടവർ എന്നും അറിയപ്പെടുന്നതായിരുന്നു ഇത്. അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂമിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ പ്രതീകമാണ് ഇത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി ചരിത്രത്തിൽ ഇടം നേടുകയും ഷെയ്ഖ് സായിദ് റോഡിൻ്റെ വികസനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത ഒരു നാഴികക്കല്ലാണ് ട്രേഡ് സെൻറ്റർ. 1979 ഫെബ്രുവരി 26 ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയാണ് ഈ കെട്ടിടം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. 184 മീറ്റർ ഉയരമുള്ള ഈ കെട്ടിടത്തിന് 39 നിലകളാണുള്ളത്. ഇരുവശങ്ങളിലുമായി നിരവധി ലൈനുകളുള്ള ഷെയ്ഖ് സായിദ് റോഡിൻ്റെ പാതയിലൂടെ ദിവസേന ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. ദുബായ് പോലീസിൻ്റെ അതിവേഗ ഇടപെടലുകളും റോഡിലെ സുരക്ഷയും എപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. 2000 ആണ്ടോടെ ഷെയ്ഖ് സായിദ് റോഡിൻ്റെ ഇരുവശങ്ങളിലും കൂറ്റൻ ഗ്ലാസ് കെട്ടിടങ്ങളും അംബരചുംബികളും ഉയർന്നു തുടങ്ങി. എമിറേറ്റ്സ് ടവേഴ്സ് പോലുള്ള പ്രശസ്തമായ കെട്ടിടങ്ങൾ ഈ കാലഘട്ടത്തിൽ റോഡിന് തിളക്കം കൂട്ടി. 1990കളുടെ ഒടുവിൽ നിർമ്മിച്ച ഈ ഇരട്ട ടവറുകൾ ദുബായിയുടെ ആധുനിക മുഖത്തിൻ്റെ പ്രതീകമാണ്. ഒന്ന് ആഡംബര ഹോട്ടലും മറ്റൊന്ന് ഓഫീസുകളുമാണ്. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ത്രികോണ ആകൃതിയിലുള്ള ഇതിൻ്റെ രൂപകൽപ്പന ലോക പ്രശസ്തമാണ്. ദുബായ് മെട്രോയുടെ റെഡ് ലൈൻ ഷെയ്ഖ് സായിദ് റോഡിന് സമാന്തരമായി ഉയർന്നു നിൽക്കുന്നത് നഗരത്തിൻ്റെ ഗതാഗത ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. 2009 സെപ്റ്റംബർ 9 പ്രവർത്തനം ആരംഭിച്ച ഈ പാത ലക്ഷക്കണക്കിന് പ്രവാസികളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ദിനംപ്രതി ജീവിതയാത്രകളെ മാറ്റിമറിച്ചു.
ഷെയ്ഖ് സായിദ് റോഡിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവറില്ലാത്ത മെട്രോ സംവിധാനമായാണ് ഇത് വിഭാവനം ചെയ്തത്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ദുബായ് മെട്രോ ഷെയ്ഖ് സായിദ് റോഡിൻ്റെ ആകാശ കാഴ്ചകളെ പൂർണ്ണമായി മാറ്റിമറിച്ചു. കൂടാതെ റോഡിലെ ബ്ലോക്കുകളിൽ പെടാതെ മിനിറ്റുകൾക്കുള്ളിൽ ഡൗൺ ടൗണിലേക്കും മറീനയിലേക്കും എത്തിച്ചേരാൻ മെട്രോ പ്രവാസികൾക്ക് വലിയ തുണയായി. ഷെയ്ഖ് സായിദ് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ലോക പ്രശസ്തമായ നിരവധി ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്നു. ഷെയ്ഖ് സായിദ് റോഡിലെ ഏറ്റവും പഴയതും പ്രശസ്തവുമായ ആഡംബര ഹോട്ടലുകളിൽ ഒന്നാണ് ഷംഗ്രീല ദുബായ്. നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചയും മികച്ച സേവനവും ഇവിടെ ലഭിക്കുന്നു. ആഡംബരവും ബിസിനസ് സൗകര്യങ്ങളും ഒരുപോലെ ഒത്തിണങ്ങിയ ഒരു ഹോട്ടലാണ് ദെയ്ച്ച് ദുബായ്. ദുബായിലെ സാംസ്കാരിക ബിസിനസ് കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മില്ലേനിയം പ്ലാസ ഡൗൺ ടൗൺ, ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിനും വേൾഡ് ട്രേഡ് സെൻറ്ററിനും സമീപമുള്ള ഈ ഹോട്ടൽ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ആദ്യകാല നിർമ്മാണ സമയത്ത് ചെലവ് ചുരുക്കാൻ ഫ്ലൈ ഓവറുകളുടെ വലിപ്പം കുറച്ചിരുന്നു. എന്നാൽ വാഹന പെരുപ്പം കൂടിയപ്പോൾ ഈ ഒറ്റവരി ഫ്ലൈ ഓവറുകളിലേക്ക് വണ്ടികൾ തിരിഞ്ഞ് വലിയ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും പിന്നീട് ഇവ വലിയ ഇൻ്റർചേഞ്ചുകളായി പുനർരൂപകൽപ്പന ചെയ്യേണ്ടി വരികയും ചെയ്തു. ദുബായ് വാട്ടർ കനാൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായി 2018 ഷെയ്ഖ് സായിദ് റോഡിൽ 8 വരികളുള്ള കൂറ്റൻ ഫ്ലൈ ഓവറുകൾ തുറന്നു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും മനോഹരവുമായ ഗതാഗത നെറ്റ്വർക്കുകളിൽ ഒന്നാണ് ഇത്. ദുബായിലെ ഷെയ്ഖ് സായിദ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പരമ്പരാഗത മ്യൂസിയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രമല്ല, മറിച്ച് ഭാവിയിലെ സാങ്കേതിക വിദ്യകളും മനുഷ്യൻ്റെ മുന്നേറ്റങ്ങളുമാണ് ഈ മ്യൂസിയം പ്രദർശിപ്പിക്കുന്നത്. ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ മ്യൂസിയം 2022 ഫെബ്രുവരി 22 ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. വൃത്താകൃതിയിലുള്ള ഇതിൻ്റെ രൂപം മനുഷ്യ രാശിയെയും അതിനടിയിലെ പച്ചപ്പ് നിറഞ്ഞ കുന്ന് ഭൂമിയെയും നടുവിലുള്ള ശൂന്യത ഇനിയും എഴുതപ്പെടാത്ത അജ്ഞാതമായ ഭാവിയെയും പ്രതിനിധീകരിക്കുന്നു. അകലെ നിന്ന് കാണുമ്പോൾ ചെറുതെന്ന് തോന്നുമെങ്കിലും 77 മീറ്റർ ഉയരമുള്ള ഈ 7 നില കെട്ടിടത്തിൻ്റെ ഉൾഭാഗം താങ്ങി നിർത്താൻ ഒരു തൂണ് പോലും ഉപയോഗിച്ചിട്ടില്ല എന്നത് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് മികവിനെ കാണിക്കുന്നു. കെട്ടിടത്തിൻ്റെ പുറം ഭാഗത്ത് UAE വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂത്തിൻ്റെ കവിതകളിലെ വരികൾ അറബിക് കലിഗ്രാഫിയിൽ കുത്തിവെച്ചിട്ടുണ്ട്. റോബോട്ടുകളുടെ സഹായത്തോടെ നിർമ്മിച്ച 1024 പാനലുകൾ ചേർത്താണ് ഈ പുറം ഭാഗം ഒരുക്കിയിരിക്കുന്നത്. അതിമനോഹരമായ ഗ്ലാസ് പാനൽ കൊണ്ട് പൊതിഞ്ഞ വാസ്തുവിദ്യയാണ് റോളക്സ് ടവർ ആൻഡ് ഗവോറ ഹോട്ടൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടലായ ഗവോറ ഹോട്ടലിൻ്റെ മുകൾ ഭാഗം സ്വർണ്ണ നിറത്തിലുള്ള ഒരു പിരമിഡ് ആകൃതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയ്സ് ടവർ കെട്ടിടത്തിൻ്റെ മുൻഭാഗം ഒരു വലിയ കാട്ടുപഴുത്, അതായത് രഹസ്യ വഴി പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ മേസ് കെട്ടിടമാണ് ഇത്. ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ കെട്ടിടം ഷെയ്ഖ് സായിദ് റോഡിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഹൈമനോ കാലിസ് എന്ന പുഷ്പത്തിൻ്റെ ആകൃതിയിൽ നിന്നാണ് ഇതിൻ്റെ അടിത്തറയുടെ ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ആകർഷകമായ ആധുനിക വാസ്തുവിദ്യയുടെ ഒരു തുറന്ന ഗാലറിയാണ് ഷെയ്ഖ് സായിദ് റോഡും പരിസര പ്രദേശങ്ങളും. വെറുമൊരു മരുഭൂമി പാതയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്കൈ സ്കാപ്പറുകളുടെ കേന്ദ്രമായി മാറിയ ഈ റോഡിലെ കെട്ടിടങ്ങളുടെ ചരിത്രവും രൂപഭംഗിയും സവിശേഷതകളും അത്ഭുതാവഹമാണ്. ഈ പാതയിലുടനീളം പരമ്പരാഗത
അറബിക് സംസ്കാരവും ഭാവിയിലേക്കുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിക്കുന്ന ഡിസൈനുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ റോഡിന് സമാന്തരമായി പോകുന്ന ദുബായ് മെട്രോ സ്റ്റേഷനുകളുടെ രൂപം കടലിൽ മുത്തുകൾ തിരയുന്ന പരമ്പരാഗത വഞ്ചികളുടെ, അതായത് ദോവ് സെയിൽസിൻ്റെ ചിപ്പുകളുടെയും ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഷെയ്ഖ് സയ്യിദ് റോഡിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. കൂടുതൽ നല്ല കാഴ്ചകളുമായി എത്തുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.